ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബബിത ഒരു കയ്യബദ്ധം കാണിച്ചു അലീന. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എറണാകുളത്തെ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാനായിട്ടില്ല. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ വരണം എന്ന് പറഞ്ഞത് മനു ആയിരുന്നു. ആ വാർത്ത അലീനയെ ആകെപ്പാടെ ഞെട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അലീനയുടെ മനസ്സ് നിറയെ. താൻ ഏറെ സ്നേഹിച്ച തന്റെ കുഞ്ഞനുജത്തി മരണത്തോട് മല്ലിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. തനിക്ക് എത്രയും വേഗം അവളുടെ അടുത്തെത്തണം, അവളെ ശുശ്രൂഷിക്കണം, അച്ഛന് അച്ഛനെ സ്വാന്തനിപ്പിക്കണം, അച്ഛന് ശക്തിയായി നിൽക്കണം എന്നൊക്കെ ഒരുപാട് ചിന്തകൾ അലീനയുടെ മനസ്സിൽ ഓടി മറയുകയാണ്. ബബ്ദി താൻ അവസാനമായി കണ്ട നിമിഷം തന്നോട് എന്ത് സ്നേഹമായിരുന്നു അവൾക്ക്. തന്റെ അനുജത്തി, താൻ ഏറെ സ്നേഹിച്ചവൾ, താൻ ആരാണെന്ന് മനസ്സിലാക്കാതെ, തന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ ഒത്തിരി സ്നേഹിച്ചവളാണ് ബബിത. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് അലീന മനസ്സിൽ ഉറപ്പിച്ചു. എന്തിനായിരിക്കും തന്റെ അനുജത്തി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു. സ്റ്റാൻലിയോട് വിവരം പറഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് ഒട്ടും താല്പര്യമില്ല ബബിതയെ കാണാൻ എറണാകുളത്തേക്ക് പോകാൻ. എന്നാലും അലിനയെ വിഷമിപ്പിക്കണ്ട, ഒന്ന് പോയി കണ്ടുവരികയല്ലേ വേണ്ടൂ എന്നും വിചാരിച്ച് അയാളും കൂടെ ചെന്നു. എറണാകുളത്ത് രേവതിക്കുട്ടിയുടെയും മാമച്ചന്റെയും വീട്ടിലാണ് അവരാദ്യം ചെന്നത്. അവിടെ സ്റ്റാൻലി സ്റ്റേ ചെയ്യുകയായിരുന്നു. അലീനയും രേവതിക്കുട്ടിയുമായിരുന്നു എറണാകുളത്ത് ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എല്ലാവരും വിഷമിച്ചിട്ടായിരുന്നു. എല്ലാവരെയും അലീന കണ്ടു. ബാലചന്ദ്രൻ ഒരു കോണിൽ ഒന്നും മിണ്ടാതെ ചാരിയിരിക്കുകയായിരുന്നു. രോഹിത് പൊട്ടിക്കരയുന്നുണ്ട്. അലീനയെ കണ്ടപ്പോൾ കൃഷ്ണ ചോടി വന്നു. ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ബബിതേച്ചി നമ്മളെ വിട്ടുപോകുമോ അലീന ചേച്ചി എന്നായിരുന്നു കൃഷ്ണ ആദ്യം അലീനയോട് ചോദിച്ചത്. അലീനയ്ക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. വിഷമിക്കേണ്ട മോളെ, ബബിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് കൃഷ്ണജയെ അവൾ തോളോട് ചേർത്തു. പിന്നീട് അവൾ നടന്നെടുത്തത് ബാലചന്ദ്രന്റെ അടുത്തേക്കായിരുന്നു. ബാലചന്ദ്രൻ അലീനയെ ഒന്നും മുഖമുയർത്തി നോക്കുക പോലും ചെയ്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തളർന്നു പോയിരുന്നു ആ മനുഷ്യൻ. തന്റെ മകൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. തിരിച്ചു കിട്ടുമോ ആ ജീവൻ എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. അലീന ബാലചന്ദ്രന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു. അച്ഛ, അവൾക്കൊന്നും സംഭവിക്കില്ല. അവളെ നമുക്ക് തിരിച്ചു കിട്ടും, വിഷമിക്കരുത് എന്നും പറഞ്ഞ അലീന ബാലചന്ദ്രനെ ആശ്വസിപ്പിച്ചു. അലീനയുടെ വരവ് ബാലചന്ദ്രന് ഏറെ ആശ്വാസമായിരുന്നു. തന്റെ ഊന്നുവടി, താൻ ഏറെ സ്നേഹിച്ച മകൾ, തന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൾ, തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൾ, അവൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു വിഷമഘട്ടത്തിൽ തനിക്ക് താങ്ങായി അവൾ എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷവും ബാലചന്ദ്രനുണ്ടായിരുന്നു. രോഹിത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ രോഹിത് അലീനയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ചേച്ചി, ബബിത ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. അവൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാമായിരുന്നില്ലേ? എന്നോടോ ചേച്ചിയോടോ പറയാമായിരുന്നില്ലേ? നമ്മൾ എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കുമായിരുന്നു. അവൾ എന്തിനിങ്ങനെ ചെയ്തു ചേച്ചി, എന്തിനിങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രോഹിത് കരയാൻ തുടങ്ങി. പക്ഷെ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു മൂലയ്ക്കിൽ വൈജയന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. താൻ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം, എങ്ങനെയെങ്കിലും നശിച്ചവൾ പോയി എന്ന് വിചാരിച്ച് സമാധാനിച്ചിരുന്നപ്പോൾ വീണ്ടും അവൾ എത്തിയിരിക്കുന്നു പിശാചിന്റെ രൂപത്തിൽ. എല്ലാവരെയും അവൾ മയക്കിയെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും അവൾ മതി. അവളുടെ ആശ്വാസവാക്കുകൾ മാത്രം മതി. തന്നെ ആശ്വസിപ്പിക്കാനോ തന്നെ കേൾക്കാനോ ഒന്നും ആരും തന്നെ ഇല്ല എന്ന് വൈജയന്തി തിരിച്ചറിയുകയാണ്. എല്ലാവരും അലീനയുടെ ഒപ്പമാണ്. അലീനയുടെ ആശ്വാസവാക്കുകൾ കേട്ട് എല്ലാവരും അവളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ അലീന മാത്രം മതി. രോഹിത്തിനെയും കൃഷ്ണച്ചയെയും മാമച്ചന്റെയും ഗ്രേസമ്മ ആന്റിയുടെയും വീട്ടിലേക്ക് അലീന പറഞ്ഞയച്ചു. അവർ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അച്ഛ. എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് എന്തിനാ? ഇപ്പൊ ഞാനുണ്ടല്ലോ. അവര് പോയിട്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ വരട്ടെ. ഇപ്പോഴും ബബിതയുടെ നിലയിൽ വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? വെറുതെ എല്ലാവരും വിഷമിക്കാൻ വേണ്ടി എന്നെല്ലാം പറഞ്ഞ് രോഹിത്തിനെയും കൃഷ്ണച്ചയെയും രേവതിക്കുട്ടിയുടെ കൂടെ ഗ്രേസമ്മ ആന്റിയുടെ വീട്ടിലേക്ക് അലീന പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അലീനയായിരുന്നു. ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മൂലയ്ക്കൽ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നീട് രാത്രി 11 മണിയോടെ രോഹിത്ത് തിരിച്ചെത്തിയിരുന്നു. എന്നിട്ട് ബാലചന്ദ്രനെ ഗ്രേസമ്മ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരു ബൈസ്റ്റാൻഡർ മാത്രം നിന്നാൽ മതിയെന്ന് ഹോസ്പിറ്റലുകാർ നിർബന്ധിച്ചു. അങ്ങനെയാണ് അലീന ബബിതയ്ക്ക് കൂട്ടായി അവിടെ നിൽക്കുന്നത്.
ഒന്നും മിണ്ടാൻ ബബിതയ്ക്ക് അറിയില്ല ആവുന്നുണ്ടായിരുന്നില്ല. ബബിത ഒരേ മയക്കത്തിലായിരുന്നു, ഒരു കോമയിൽ എന്ന പോലെ. ഒന്നിനോടും പ്രതികരിക്കാതെ, മരുന്നുകളോടും പ്രതികരിക്കാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അത് കണ്ട് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറെ ഊർജസ്വത്തോടെ നടന്നിരുന്ന, തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന, സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും അവളെ മനസ്സ് നിറയെ ഞാനായിരുന്നു എന്ന് അലീനയ്ക്ക് അറിയാമായിരുന്നു. എന്റെ കുഞ്ഞനുശ്വതിക്ക് ഇന്ന് എന്തു പറ്റി, അവൾ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ള ചിന്ത മാത്രം, എന്നുള്ള ചോദ്യങ്ങളായിരുന്നു തന്റെ മനസ്സ് മുഴുവൻ. അങ്ങനെ അലീന ബബിതയെ തന്നെ നോക്കി ആ വെന്റിലേറ്ററിൽ കുറച്ചു നേരം നടന്നു. പക്ഷെ ഏറെ നേരം അവിടെ നിൽക്കാൻ നഴ്സുമാർ അലീനയെ അനുവദിച്ചില്ല. കരഞ്ഞുകൊണ്ട് അലീന ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു. പിന്നീടാണ് മനു വന്നതും. മനുവും അലീനയുമായി ഒരുപാട് നേരം സംസാരിച്ചു. അവൾ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ആർക്കും അറിയില്ല. അവളുടെ സുഹൃത്തുക്കൾ കുറച്ചുപേർ ഇവിടെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളല്ലേ, ഒരുപാട് നേരം വൈകിയപ്പോൾ അവർ പോയി. പക്ഷെ അവർക്ക് പോലും അറിയില്ല ബബിത എന്തിനിത് ചെയ്തു എന്നെല്ലാം മനുശങ്കർ അലീനയോട് വിവരിച്ചു. എന്തായാലും ഇപ്പൊ അവൾക്കിനി ഭേദമായാലും നമ്മൾ അവളോട് ഒന്നും ചോദിക്കരുത് മനുവേട്ട. അവളായിട്ട് ഇങ്ങോട്ട് പറയുമെങ്കിൽ പറയട്ടെ. നമ്മൾ എന്തിനും ഏതിനും അവളുടെ കൂടെ ഉണ്ടാകും എന്നൊരു ധൈര്യം മാത്രം അവൾക്ക് കൊടുത്താൽ മതി. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയൊന്നും ദൈവം നമ്മളെ കൈവിടില്ല മനുവേട്ട എന്നെല്ലാം പറഞ്ഞ് തന്റെ മനസ്സിനെ അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, കുഴപ്പമില്ല, ബബിത ഇപ്പൊ ഓക്കെയാണ് എന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. ചെറുതായിട്ട് കണ്ണു തുറക്കുന്നുണ്ട്, സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഷീസ് ഓൾ റൈറ്റ്. എല്ലാവർക്കും കയറി കാണാം, പക്ഷെ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുത്, സംസാരിപ്പിക്കരുത് എന്നെല്ലാം ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യം ബാലചന്ദ്രമേനോനും പിന്നീട് വൈജയന്തിയും കയറി കണ്ടു. വൈജയന്തിയും ബബിതയെ കണ്ടപാടെ ചോദിച്ചത് ഒന്നായിരുന്നു, നീ എന്തിനിത് ചെയ്തു, ആർക്കു വേണ്ടി ഇത് ചെയ്തു? നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാമായിരുന്നില്ല? എല്ലാവരുടെയും സമാധാനം കെടുത്താൻ വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ബബിതയ്ക്ക് നേരെ വൈജയന്തി ഉയർത്തിയത്. അത് കേട്ട മനു പറഞ്ഞു, ആന്റി തുടങ്ങിയോ? ഒന്ന് സമാധാനം കൊടുക്കൂ അവൾക്ക്. അവൾ ഇപ്പൊ ഒന്ന് വാർഡിലേക്ക് മാറ്റിയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇങ്ങനെ ചോദ്യശരങ്ങൾ കൊണ്ട് അവളെ വീർപ്പും മുട്ടിക്കരുത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവളൊന്ന് ഭേദമായി വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് പോരെ ഈ ചോദ്യങ്ങളൊക്കെ. ഓ, ഇപ്പോഴും ഞാനാണല്ലോ പ്രശ്നക്കാരി. അവളെ ചെയ്തു കൂട്ടിയതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവൾ എന്തിനിങ്ങനെ ചെയ്തു? നാട്ടുകാരുടെ മുന്നിൽ കുടുംബത്തിന്റെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ജനിച്ചല്ലോ എന്നും പറഞ്ഞ വൈജയന്തി മുറിക്ക് പുറത്ത്. ബബിതയെ വാർഡിലേക്ക് മാറ്റുമ്പോൾ അലീന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. അലീന രേവതിക്കുട്ടിയുടെ വീട്ടിലായിരുന്നു. കാരണം സ്റ്റാൻലി അവിടെ ആക്കിയിട്ടാണ് അലീന ഹോസ്പിറ്റലിലേക്ക് വന്നത്. പപ്പയ്ക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ എന്നെല്ലാം അന്വേഷിക്കണമായിരുന്നുവല്ലോ. അതുകൊണ്ട് അലീന ഒന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് മനു വിളിച്ചു പറയുന്നത്, ഇപ്പോൾ ബബിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നീ പെട്ടെന്നൊന്നും വരണ്ട, ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് മെല്ലെ വന്നാ മതി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും അലീനയ്ക്ക് സന്തോഷമായി, സമാധാനമായി. അവൾ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പ, ബബിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വാർഡിലേക്ക് മാറ്റി, ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു 1 മണിക്ക് ഇറങ്ങാം. 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 മണിയാവുമ്പോഴേക്കും നമുക്ക് കൊട്ടാരമറ്റത്തെത്താം, പോരെ? അതോ കുറച്ച് നേരത്തെ ഇറങ്ങണമോ? അലീന ആകെ ഞെട്ടുന്നുണ്ട്. എന്താണ് പപ്പ പറയുന്നത്? ഇന്ന് തന്നെ പോകാനോ? എനിക്ക് പറ്റില്ല പപ്പ. അവൾ എൻ്റെ അനുജത്തിയാണ്. അവൾ സുഖപ്പെടുന്നത് വരെ എനിക്ക് അവളുടെ കൂടെ നിന്നേ പറ്റൂ. എനിക്ക് അവളെ വിട്ട് വരാൻ ഇപ്പോൾ പറ്റില്ല പപ്പ. ഇന്ന് തന്നെ പോകാൻ പറ്റില്ല പപ്പ, എനിക്ക് പറ്റില്ല. അവൾ സുഖപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിനി തിരിച്ചു വരാൻ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അവൾ എൻ്റെ അനുജത്തിയല്ലേ പപ്പ. എന്തിനാണ് അലീന നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒന്ന് വന്ന് കണ്ടു പോകണം, അത് മാത്രമല്ലേ നമ്മുടെ കടമയുണ്ടായിരുന്നുള്ളൂ. നീ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു, ശരി. അത് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു. നീ അവളെ കാണുകയും ഇന്നലെ രാത്രി അവൾക്ക് കൂട്ടിരിക്കുകയും ചെയ്തു. അത്രയൊക്കെ പോരെ? അത്രയൊക്കെ മതി. ഇത്രയും കാലമില്ലാത്ത ബന്ധങ്ങളൊന്നും ഇനി നമുക്ക് വേണ്ട, പ്രത്യേകിച്ച് ഇവരുമായിട്ട്. അതാ അലീനയെ ആകെ ചൊടിപ്പിച്ചു. കാരണം സ്റ്റാൻലിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മറുപടി അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പപ്പയ്ക്ക് അവൾ ആരോ ആയിരിക്കും, ഏതോ ഒരു ബാലചന്ദ്രന്റെ ഒരു മകൾ. അങ്ങനെ ആയിരിക്കാം പപ്പയ്ക്ക് ബബിത. പക്ഷെ എനിക്ക് അങ്ങനെയല്ല പപ്പ. ആരോരുമില്ലാതെ 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാണ് ഞാൻ. എനിക്കിപ്പോഴാണ് സഹോദരങ്ങളും അമ്മയും അച്ഛനും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ടായത്. അവരൊക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ ഇപ്പൊ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ബബിത എന്റെ സഹോദരിയാണ്, എന്റെ കുഞ്ഞനുജത്തിയാണ്. അവളെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്ത് എനിക്ക് പപ്പയുടെ കൂടെ വരാൻ പറ്റില്ല. അവളുടെ കൂടെ അവൾക്ക് സുഖപ്പെടുന്നത് വരെ എനിക്ക് നിൽക്കണം. അത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തേ തീരൂ.
പിന്നെ പപ്പ ചോദിച്ചുവല്ലോ, നിനക്ക് എന്തിനാണ് ഈ ബന്ധങ്ങളൊക്കെ, ഇത്രയും കാലം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അങ്ങനെയെങ്കിൽ എനിക്കൊരു പപ്പയും കുടുംബക്കാരും ഒന്നും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഞാനൊരു അനാഥയാണ്. ഏത് ഘട്ടത്തിലും ഞാൻ അനാഥയായി തീരാൻ വിധിക്കപ്പെട്ടവളാണ്. എനിക്ക് ഇനിയും ആ അനാഥത്വത്തിലേക്ക് തിരിച്ചു പോകാൻ മടിയൊന്നുമില്ല. ഇത്രയും കാലം എനിക്കൊരു പപ്പയും ഉണ്ടായിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് അന്യരാണ് അല്ലേ? അത് സ്റ്റാൻലിയെ ആകെ വിഷമിപ്പിച്ചു. താൻ മകളോട് അങ്ങനെ പറയണ്ടായിരുന്നു. അവൾക്കത് അവളുടെ സഹോദരിയാണ്. തനിക്കത് ഏതോ പെൺകുട്ടിയാണെങ്കിൽ അത് അവൾക്ക് അവളുടെ സ്വന്തം സഹോദരിയാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്ന് സ്റ്റാൻലിക്ക് കുറ്റബോധം തോന്നി. താൻ ഒരിക്കലും അവളോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് സ്റ്റാൻലിക്ക് പിന്നീട് തോന്നുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയോട് പിണങ്ങിപ്പോയ അലീനയെ സ്റ്റാൻലി കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. നിനക്ക് അവൾ നിന്റെ സ്വന്തം അനുജത്തിയാണ് എന്നുള്ള കാര്യം ഞാൻ ഒരു വട്ടം മറന്നുപോയി. നീ എന്നോട് ക്ഷമിക്കും മകളെ. നീ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോളൂ. അവൾക്ക് സുഖപ്പെട്ടിട്ട് മാത്രം നീ തിരിച്ചു വന്നാൽ മതി. എന്നാൽ എനിക്ക് പോകണം. ഞാൻ ഇവിടെ ഒരു അന്യനാണ്. എന്നെ കാണുന്നതും എന്റെ സാന്നിധ്യം പലർക്കും അസ്വസ്ഥതയുണ്ടാക്കും. അത് വേണ്ട മോളെ. നീ നിന്റെ ഇഷ്ടം പോലെ നിന്റെ അനുസൃതിക്ക് സുഖപ്പെടുന്നത് വരെ നീ ഇവിടെ നിന്നോളൂ. എനിക്കതൊരു പ്രശ്നവുമല്ല. പക്ഷെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചു വരണം. അച്ഛനെ നീ മറക്കരുത്. പപ്പ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പപ്പയെ ഉപേക്ഷിച്ച് നീ പോവരുത്. ഇനി മുതൽ നീ അനാഥയല്ല. ഇനി ആ വാക്കുകൾ നീ ഉപയോഗിക്കരുത്. നിന്റെ അനാഥത്വത്തിന്റെ കഥ നീ എന്നെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് എന്നൊക്കെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്റെ ദേഷ്യം കൊണ്ടാണ്. പപ്പ എന്നോട് പിണങ്ങരുത്. ബബിതയ്ക്ക് സുഖപ്പെടുന്നത് വരെ അത്രമാത്രം. എന്റെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിൽക്കണം. അവൾ എന്റെ അനുജത്തിയല്ലേ, അവളെ തിരിച്ചു കൊണ്ടുവരണം. അവൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയണം. അത്ര ദിവസം മാത്രം, അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. പപ്പ സമ്മതിക്കണം എന്നും പറഞ്ഞ് അലീന പപ്പയോട് അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി സമ്മതിക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി പുനലൂരിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അലീന നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലെ ഒരു ബൈസ്റ്റാൻഡർ മാത്രം നിന്നാൽ മതി എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പൊ വൈജയന്തി നിൽക്കാമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഡോക്ടർ അലീന നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. കാരണം പേഷ്യന്റ് അലീന എന്ന പേരാണ് പറഞ്ഞത്. അലീന ചേച്ചി നിന്നാൽ മതി എന്നാണ് പേഷ്യന്റിന്റെ താല്പര്യം. പേഷ്യന്റ് താല്പര്യമാണ് ഹോസ്പിറ്റലിൽ പരിഗണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അലീന മാത്രം നിന്നാൽ മതി എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം വൈജയന്തിക്ക് കളി ഇളക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് വൈജയന്തി അലീനയെ ഇറക്കി വിടുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. താങ്ക്